അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. ഇന്ന് ഞാനൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇഫ്താറിനൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റിഫ്രഷിങ് ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിതിവിടെ ഇതൊരു മിക്സ് ഓഫ് പാഷൻ ഫ്രൂട്ടും നന്നാരി സർബത്തിനും ഡ്രിങ്കാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്, ഒരു ലെമൻ്റെ പകുതി, പഞ്ചസാര, പുതിനയില, പിന്നെ നന്നാരി സർബത്ത്. ഇതിന് നറുനീണ്ടി എന്ന് പറയും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു സോഡ വേണം, ഒരു പ്ലെയിൻ സോഡ, പിന്നെ കുറച്ച് തണുത്ത വെള്ളം, പിന്നെ കസ്കസ്. അപ്പോൾ നമുക്കൊരു മിക്സി ജാറിലോട്ട് ആദ്യം നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലഷ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയ പാഷൻ ഫ്രൂട്ടിൽ നല്ല ഫ്ലഷ് ഉണ്ട്, അപ്പം ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അത്യാവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ ജ്യൂസും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇനി 2-3 പുതിനയില. ഇനി ഇതിലേക്ക് നന്നാരി സർബത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3 to 4 ടേബിൾ സ്പൂണോളം സർബത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്കൊരു 3/4 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇവിടെ സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിതിവിടെ ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നന്നാരി സർബത്ത് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ ഒരു ജ്യൂസാക്കി വെച്ചിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെയും നന്നാരി സർബത്തിൻ്റെയും ജ്യൂസ് ഇതിലേക്കൊരു ഭാഗം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ സോഡ ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ഗ്ലാസ്സിലേക്ക് കൂടി സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ച പോലെ ഒരു നന്നാരി സർബത്ത് ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജ്യൂസും കൂടി ഒരു ഭാഗം ഫിൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ കസ്കസും അതുപോലെ തന്നെ പുതിനയിലയും കൂടി വെച്ച് നമുക്ക് സെർവ് ചെയ്യാം. ഇതൊരു അടിപൊളി റിഫ്രഷിങ് ഡ്രിങ്കാണ്. നിങ്ങൾ എന്തായാലും ഇത് കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കുക. പാഷൻ ഫ്രൂട്ട് ഒരു നല്ലൊരു ഫ്ലേവറിങ് ആണ്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നിങ്ങളിത് എന്തായാലും ഈ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടി കാണും, അതും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലത്തെ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.